കാസർഗോഡ് ചെറുവത്തൂർ കുളനാട് മലയിൽ വിള്ളൽ, വനഭൂമിയിലാണ് വിള്ളൽ അനുഭവപ്പെട്ടത്. നെല്ലിക്കൽ അംബേദ്കർ ഉന്നതിയിലെ 30 കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് ഇത്. KV ബൈജു ചേർന്നു. ബൈജു, ഈ തരത്തിൽ ആശങ്ക ഉയർത്തുന്ന സാഹചര്യമുള്ള സ്ഥലമാണോ ഇത്? എപ്പോഴാണ് വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്? എത്ര കുടുംബങ്ങളുണ്ട് അവിടെ? അപർണ, ചെറുവത്തൂർ പഞ്ചായത്തിലെ തുരുത്തി വില്ലേജിലാണ് ഇത്തരത്തിൽ വനഭൂമിയായ മലയുടെ മുകളിൽ വലിയ തോതിൽ വിള്ളൽ അനുഭവപ്പെട്ടത്. ഇപ്പോൾ ഇവിടെ ഇതിന് തൊട്ട് താഴെ നെല്ലിക്കാൽ അംബേദ്കർ ഉന്നതിയിൽ 30ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഇടപെട്ടിട്ടുണ്ട്. തഹസിൽദാർ ഇവിടത്തേക്ക് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KV ബൈജു വിവരങ്ങൾ നൽകുന്നു. നെല്ലിക്കൽ അംബേദ്കർ കോളനിയിലാണ് വിള്ളലുണ്ടാക്കിയത്. 30ഓളം കുടുംബങ്ങളാണ് ഭീഷണിയിലായിരിക്കുന്നത്. ഓക്കെ ബൈജു, തുടരാം. അപർണ, ഇതിന്റെ വിള്ളലിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്നതാണ് ആശങ്ക ഉയർത്തുന്നത്. ഒപ്പം വലിയ തോതിൽ വെള്ളമൊക്കെ ഇതിലേക്ക് ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാലും ഭീതിജനകമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 30ഓളം കുടുംബങ്ങൾ ഈ പ്രദേശത്ത്, നെല്ലിക്കാൽ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. എന്നാലും ഈ വനഭൂമിയിൽ മലയുടെ മുകളിലാണ് ഇത്തരത്തിൽ വലിയ വിള്ളൽ. അത് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവും. ഇത് കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ഇതിന്റെ വ്യാപ്തി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. എന്നാലും ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരോടും ഒപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടും അടിയന്തരമായി ഈ സംഭവ സ്ഥലത്തെത്തി ഇതിന് മറ്റ് നടപടികൾ സ്വീകരിക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപർണ, ജനങ്ങളെ അവിടുന്ന് മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കുന്നു അല്ലേ? തീർച്ചയായും ഈ 30ഓളം കുടുംബങ്ങൾ, ആദിവാസി കുടുംബങ്ങളാണ് ഇതിന് തൊട്ട് താഴെ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ അടിയന്തരം മാറ്റേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. കാരണം ഇത് കഴിഞ്ഞ ദിവസം നേരിയ തോതിലുള്ള ഒരു വിള്ളലാണെങ്കിൽ ഇതിന്റെ വ്യാപ്തി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. വലിയ തോതിലുള്ള ഒരു വ്യാപ്തി വർദ്ധിച്ച് അത് അടർന്ന് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇതിലേക്ക് വെള്ളം കുത്തി ഒഴുകുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആശങ്ക ഉയരുന്നുണ്ട്. കാരണം ഇത് മലയുടെ മുകളിലാണ് ഈ വിള്ളൽ അനുഭവപ്പെട്ടത്. ഇത് വനഭൂമി കൂടിയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ ഇത് വ്യാപ്തി വർദ്ധിക്കുന്നതാണ് ഇപ്പോൾ ആശങ്ക ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റാനുള്ള ആലോചന തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. എത്രയും പെട്ടെന്ന് കുടുംബങ്ങളെ മാറ്റാനുള്ള ഒരു നടപടി ഉണ്ടാവും തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം റവന്യൂ ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ ഇടപെട്ടിട്ടുമുണ്ട്. അപർണ, ബൈജു, ഈ റെഡ് അലർട്ട് ഇല്ലെങ്കിലും കാസർഗോഡ് ശക്തമായ മഴയുണ്ട്, മഴക്കെടുതിയുമുണ്ട്. അത് ഏത് തരത്തിലാണ് ജില്ലയിലെ സാഹചര്യങ്ങൾ? അപർണ, കഴിഞ്ഞ 3 ദിവസം തുടർച്ചയായി പെയ്യുന്ന മഴയിൽ മിക്കയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ജില്ലയിലെ എല്ലാ പുഴകളും കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ് ഇന്നുമുള്ളത്. മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓറഞ്ച് അലർട്ടാണിന്ന്. മഴ വലിയ തോതിലുള്ള മഴയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ആ വെള്ളക്കെട്ട് അത് അതേപടി നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത്. ഒപ്പം തീരപ്രദേശങ്ങളിലാണ് ഇപ്പോൾ വലിയ ജാഗ്രതാ നിർദ്ദേശം. നമുക്കറിയാം, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കടൽഭിത്തി വളരെ കുറവാണ്. 70 കിലോമീറ്ററോളം നീളത്തിൽ 40 കിലോമീറ്ററിൽ കടൽഭിത്തി ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശക്തമായ തിരമാലകൾ വീടുകളിലേക്ക് അടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും തീരപ്രദേശങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇപ്പോഴും കുറവുണ്ടെങ്കിലും വെള്ളക്കെട്ടിന് ഒരു കുറവുമില്ല. ആ വെള്ളക്കെട്ട് അതേപടി നിൽക്കുന്നു. കഴിഞ്ഞ തേജസ്വിനി പുഴയിലൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. കരകവിഞ്ഞൊഴുങ്ങ് വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം നിലവിൽ അതേ അവസ്ഥയാണ്. ഇതിൽ മഴ കുറഞ്ഞത് ആശ്വാസമുണ്ട്. ഇതേപടി ഒരു ദിവസം കൂടി കാലാവസ്ഥ നിൽക്കുകയാണെങ്കിൽ വെള്ളക്കെട്ട് കുറയും എന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. എന്തായാലും മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്ന് തന്നെയാണ് ഏറെ ആശ്വാസകരം. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ചെറുവത്തൂർ കുളനാട് മേഖലയിലാണ് വിള്ളൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. അവിടെയുള്ള അംബേദ്കർ കോളനിയിലുള്ള കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ.